നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. മാതാവിൻ്റെ വീട്ടുകാരുമൊത്തോ അല്ലെങ്കിൽ അമ്മാവന്മാരുമൊത്തോ ഒരു യാത്ര പോകുന്നതിൻ്റെ കാര്യം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തീർത്ഥാടന സംബന്ധമായ യാത്രകളാവാം, അല്ലെങ്കിൽ കുടുംബ പരദേവതയുടെ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയാവാം. എന്തായാലും അത് ഒരു ശാന്തി തേടിയുള്ള യാത്രയായിട്ടാണ് കാണുന്നത്. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലവ് അല്പം വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും തങ്ങളുടെ മേലധികാരികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ചില ഏരിയകളിൽ, ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടതായി വരികയോ അല്ലെങ്കിൽ അവരോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ നക്ഷത്രക്കാരിലേക്ക് വരികയോ ചെയ്യാനുള്ള സാധ്യത കാണുന്നു. അവരുടെ തൊഴിൽ രംഗത്തോ അല്ലെങ്കിൽ കർമ്മരംഗത്തോ ആണിത് കാണുന്നത്. സ്വയം ഏതെങ്കിലും ബിസിനസ് ചെയ്യുകയോ മറ്റേതെങ്കിലും സംരംഭം നടത്തിക്കൊണ്ടു പോവുകയോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും കനപ്പെട്ട ചില ഉത്തരവാദിത്വങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ തങ്ങളുടെ വിശ്വാസ്യതയെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാവാം അത്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാകാം. എന്തായാലും സാമ്പത്തികമായിട്ട് ഇവർക്ക് ദോഷമൊന്നും ഈ ആഴ്ചയും കാണുന്നില്ല. പക്ഷേ ചിലവ് ഈ ആഴ്ച വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ മാതാവിന് എന്തെങ്കിലും, അല്ലെങ്കിൽ മാതാവിൻ്റെ സഹോദരന്മാർക്കോ എന്തെങ്കിലും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ കാണുന്നുണ്ട്. വാഹനം ചിലപ്പോൾ മാറ്റി വാങ്ങേണ്ടതായി വന്നേക്കാം. അതുപോലെ ഇവർ തങ്ങുന്ന സ്ഥലം, താമസിക്കുന്ന സ്ഥലത്തു നിന്ന് അല്പം ദൂരെ പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലാണ് അങ്ങനെ. എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് തന്നെയാണ് വരുന്നത്. സാമ്പത്തികമായ ഈ അധിക ചെലവും ആഴ്ചയുടെ തുടക്ക ദിവസം മാത്രമാണ്. അതിനുശേഷം പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോവുകയും പ്രവർത്തനങ്ങളിൽ വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ ഇവർ പങ്കെടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഒട്ടും ദോഷമല്ല. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ സാമ്പത്തികമായി വളരെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷവും ഊർജ്ജസ്വലമായ അവസ്ഥകൾക്കൊട്ടും ദോഷം തട്ടാത്ത മാനസികമായ ബലവുമൊക്കെ ഉണ്ടായിരിക്കും. പൊതുവെ ഈ ആഴ്ച ഗുണമാണ്. തുടക്ക ദിവസങ്ങൾ ശ്രദ്ധിക്കുക. അധിക ചെലവ്, മാതാവ് അല്ലെങ്കിൽ മാതൃതുല്യരായ വ്യക്തികൾ, അവരുടെ മാതാവിൻ്റെ ബന്ധുക്കൾ, ഇവരുമായി ബന്ധപ്പെട്ട് യാത്രയോ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ശാരീരികമായ വിഷമമോ ഉണ്ടാകാനുള്ള സാധ്യത, വാഹനവുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും ചെറിയൊരു അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, ഈ തങ്ങൾ ഇടപെടുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് ആഴ്ചയുടെ തുടക്ക ദിവസം അല്പം ശ്രദ്ധിക്കണം. മുഷിച്ചിലോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. രോഗം അല്ലെങ്കിൽ അവശത എന്ന് പറയുന്നത് അലർജി അസുഖം തന്നെയാണ് ഇവർക്ക് കാണുന്നത്. നട്ടെല്ല് സംബന്ധമായി ചെറിയൊരു അവശത ഉണ്ടാകാമെന്നും കാണുന്നു. അപ്രതീക്ഷിതമായി ധനം എന്തായാലും ഇവർക്ക് ഈ ആഴ്ചയും വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, പിന്നെ 7 ഉച്ചകഴിഞ്ഞ് 8 നല്ലതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. സാമ്പത്തികമായിട്ട് വളരെ ഗുണമാണ് ആഴ്ചയുടെ തുടക്ക ദിവസം. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയിലെ സമ്പാദ്യത്തിൻ്റെ ഗുണമൊക്കെ ഈ ആഴ്ചയിലും അവർക്ക് പ്രതിഫലിക്കുന്നുണ്ടാകാം. എന്തായാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അധിക ചിലവ് കാണുന്നുണ്ട്. ചില അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള അപ്രതീക്ഷിതമായ യാത്രകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ചില ചെറിയ തീരുമാനങ്ങൾ, അത് വളരെ കുറച്ചു കാലത്തേക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനമാവണം. പ്രത്യേകിച്ചും അവരുടെ തൊഴിൽ രംഗത്തോ പ്രവർത്തന രംഗത്തോ അത് അപ്ലൈ ചെയ്യുന്നത് വഴി, അത് സമർപ്പിക്കുന്നത് വഴി അവർക്ക് ഒരുപാട് ഗുണം കാണുന്നുണ്ട്. അത്തരം പ്രയോഗം കൊണ്ട് അവർക്ക് അവരുടെ കർമ്മരംഗത്ത് കുറച്ചുകൂടി കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം കുറച്ചുകൂടി തിളക്കമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രവർത്തന രംഗം കൂടുതൽ സജീവമാകുകയും തങ്ങളുടെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കുകയും ചെയ്യും. തടസ്സങ്ങൾ കൃത്യമായും ജോലിസ്ഥലത്ത് ഉണ്ടെങ്കിലും വരുമാന സ്ഥലത്ത് ഇവർക്ക് നേട്ടമാണ് കാണുന്നത്. തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങൾ കർമ്മരംഗത്ത് ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് തക്കമുള്ള മനഃശുദ്ധിയും ശാരീരികമായ ശക്തിയും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി തങ്ങളുടെ ജോലി ചെയ്യാനുള്ള അറിവ്, കൃത്യമായി ജോലി ചെയ്യാനുള്ള മാനസികാവസ്ഥ അതുകൊണ്ട് ഏത് വിമർശനത്തെയും പരിഹാസങ്ങളെയും വെല്ലുവിളികളെയും തടസ്സങ്ങളെയും ഇവർക്ക് എതിരിടാനുള്ള കഴിവും കാണുന്നുണ്ട്. സൗമ്യമായ പെരുമാറ്റം, ഇടപെടൽ, തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ സുതാര്യത, ഇതെല്ലാം തന്നെ അവർക്ക് കർമ്മരംഗത്തെ കൂടുതൽ ശോഭനീയമാക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല.
ആരോഗ്യ സംബന്ധമായി ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, പ്രത്യേകിച്ച് ആഴ്ചയുടെ രണ്ടാം പകുതി മുതൽ ഇവർക്ക് ശാരീരികമായ ചെറിയ അവശത കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായ രോഗമോ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക്, അതുപോലെ തന്നെ മുഖം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, അലർജി പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. ശബ്ദത്തിന് ചെറിയ പ്രശ്നമോ കുഴപ്പമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കഫ സംബന്ധമായ അസുഖമാണ് കൂടുതലായിട്ട് ഇവരെ ബാധിക്കാൻ സാധ്യത. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 5, 6, 7 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം വളരെ ശോഭനീയമായിട്ട് കാണുന്നുണ്ട്. എന്നാലും പ്രധാനമായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ പ്രവർത്തന രംഗത്ത് ചില വിമർശനങ്ങളും അതുപോലെ തന്നെ ചില അപഹാസ്യതകളുമൊക്കെ കടന്നു വരാം. പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയും ഇവർക്ക് കാണുന്നുണ്ട്. എന്നാൽ കൃത്യമായി തങ്ങളുടെ ജോലി ചെയ്യുന്നതുകൊണ്ടും അതിൽ അങ്ങേയറ്റത്തെ വൈഭവം കാണിക്കുന്നതുകൊണ്ടും തങ്ങളുടെ പ്രവർത്തന രംഗത്തെ ഒരിക്കലും മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാൻ സാധിക്കുകയില്ല. അഥവാ ആക്ഷേപിച്ചാലും അത് നിലനിൽക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ കഴിവനുസരിച്ച് കഴിവനുസരിച്ച് ഈ നക്ഷത്രത്തിൽ പെട്ടവർ, അതായത് മിഥുനക്കൂറിൽപ്പെട്ടവർ കൂളായിട്ട് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മുൻകാല വൈരാഗ്യം കൊണ്ടോ ഒക്കെ ചില പ്രവർത്തനങ്ങൾ ചെയ്തേക്കാം. പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ടവരാണത് ചെയ്യാനുള്ള സാധ്യത. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വസ്ത്രം, മറ്റു ഉപഹാരങ്ങൾ, IT വസ്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചില പ്രത്യേക സമ്മാനങ്ങളോ പെട്ടെന്നുണ്ടാകാവുന്ന സാമ്പത്തികമായ ഉയർച്ചയോ ഇവരിലേക്ക് എത്താൻ ഇനിയും അല്പം വൈകുമെന്ന് കാണുന്നു. ഏറ്റവും കുറഞ്ഞത് ഈ മാസമെങ്കിലും അതിന് സമയമെടുക്കും എന്ന് കാണുന്നുണ്ട്. എന്നാലും പൊതുവെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ വലിയ മികവും മേലധികാരികളുടെ, സഹപ്രവർത്തകരുടെയൊക്കെ അനുമോദനങ്ങളും ഏറ്റുവാങ്ങാൻ സാധിക്കും. ശത്രു ഉണ്ട് കർമ്മരംഗത്ത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ മാറി നിൽക്കലോ ഒക്കെ വേണ്ടി വന്നേക്കാം. ശാരീരികമായി വളരെ ശ്രദ്ധിക്കണം. അമിതമായ സ്പീഡ്, വാഹനങ്ങൾ ഓടിക്കുമ്പോഴുള്ള വേഗതയുടെ നിയന്ത്രണം, ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും, ഇലക്ട്രിസിറ്റി, തീ ഇവയോട് പെരുമാറുമ്പോഴും ശ്രദ്ധിക്കുക. കലഹത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു സമയത്തുകൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ശരീരത്തിൽ പൊതുവെയുള്ള ഒരു വേഗതയും ആസക്തിയും കുറയ്ക്കാൻ ശ്രമിക്കുക. അല്പം ധ്യാനമൊക്കെ വളരെ നല്ലതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4 നല്ല ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട, ഇവരുടെ രക്ഷാധികാരി എന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പ്ലാൻ ചെയ്ത് വച്ചിരുന്ന ചില യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ, തുടക്ക ദിവസം ഇവർക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തൊട്ടടുത്ത ദിവസം, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളൊക്കെ വളരെ ആക്റ്റീവായ ദിവസങ്ങളായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഞായറാഴ്ച ഉണ്ടായിരുന്ന ആലസ്യമൊക്കെ മാറി കർമ്മരംഗത്ത് വളരെ നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും നല്ല രീതിയിൽ കാണുന്നുണ്ട്. എന്തായാലും പണസംബന്ധമായ കാര്യങ്ങളിൽ, ധനം നേടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം ഒഴിച്ചാൽ ബാക്കി ദിവസങ്ങൾ വളരെ അനുകൂലമാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെയും നടക്കണം. ആസൂത്രണം ചെയ്ത കാര്യങ്ങളൊക്കെയും നടക്കണം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. കർമ്മരംഗത്ത് വളരെ ശോഭിക്കാൻ സാധിക്കും. ധനസംബന്ധമായും വളരെ ഗുണമാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായ അവശത, അമിത ചെലവ് ഇതെല്ലാം കാണുന്നുണ്ട്. അലർജി അസുഖങ്ങൾ, ചുമ, അതുപോലെ തന്നെ വിട്ടുമാറാത്ത ശ്വാസം മുട്ടൽ ഇതെല്ലാം തന്നെ അനുഭവിക്കാനുള്ള യോഗം കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം തണുത്ത വെള്ളം, തിളപ്പിച്ചാറ്റാത്ത വെള്ളമോ മറ്റ് ആഹാര സാധനങ്ങളോ വളരെ ദോഷം ചെയ്യുമെന്ന് കാണുന്നുണ്ട്. മുഖം, തൊണ്ട, മൂക്ക്, വായ്, പല്ല് ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ കഫപ്രകൃതി ഉള്ളവർക്ക് അലർജി അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാകാവുന്ന ഒരു ആഴ്ചയാണിത്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് ഇവരുടെ രക്ഷാധികാരിയുമായി ബന്ധപ്പെട്ടോ പിതാവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ, അതുകൊണ്ട് തന്നെ ഇവരുടെ ചില ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6, 7 ഉച്ചവരെ. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ പകുതി അല്പം സൂക്ഷിക്കണമെന്നാണ് കാണുന്നത്.
ശാരീരികമായ അവശത, പ്രത്യേകിച്ചും നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഓർക്കാപ്പുറത്തുണ്ടാകാവുന്ന ചില ചിലവുകൾ, അമിതമായ ആശങ്കകൾ, ഇതെല്ലാം തന്നെ ഇവരെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഒരു 3 ദിവസത്തോളം ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അലട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കാര്യമാത്ര പ്രസക്തമായ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കാണില്ല. ഉള്ള ചെറിയ കാര്യങ്ങളെ പെരുപ്പിച്ച് ഇവർ തന്നെ വലുതായി കണ്ട് ആശങ്കപ്പെട്ടു പോകാവുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. പിതാവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ മേലധികാരികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഴപ്പമോ, അല്ലെങ്കിൽ ഈ വ്യക്തികൾ അവർ സ്വയം ചെയ്യുന്ന എന്തെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് അവരുടെ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കശവിശയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നും മാരകമാവില്ല, പക്ഷേ ഈ നക്ഷത്രക്കാർ വിചാരിക്കും അതൊക്കെ മാരകമാവുന്നുവെന്ന്, അതുകൊണ്ട് തന്നെ ഗൗരവമാകുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഈ ലെൻസിഫൈ ചെയ്ത് വലിയ രീതിയിൽ കൂടുതൽ മോശമായി മനസ്സിനെ ദേഷിക്കുന്ന തരത്തിൽ കാണാതിരിക്കാൻ ശ്രമിക്കുക. കൃത്യമായ പ്രാർത്ഥനയും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റവും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും എല്ലാം ഈശ്വരപാദങ്ങളിൽ അർപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാം അവിടുന്ന് നോക്കിക്കൊള്ളും എന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. അതാണ് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നല്ലത്. ആദ്യത്തെ 3 ദിവസങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം ഒന്നാമതേ കണ്ടകശനി, അഷ്ടമത്തിൽ രാഹു, ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള യോഗവും ഈ കാണുന്നു. സ്ത്രീകളാൽ വലിയ സഹായങ്ങളുണ്ടാകാം. ഒരിക്കൽ ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ സഹായിച്ചിരുന്നവർ വീണ്ടും ഇവരെ സഹായിക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ചില യാത്രകൾ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഗുണകരമായി വരുന്നു. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഇവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ അനുഗ്രഹമായിട്ട് മാറുന്നു. ശ്രദ്ധിക്കേണ്ടത് നട്ടെല്ല്, അതുപോലെ തന്നെ കണ്ണുകൾ, ത്വക്ക് സംബന്ധമായോ ഉദര സംബന്ധമായോ ഉണ്ടാകാവുന്ന അവശതകൾ, ഇതൊക്കെയാണ് ഇവർക്ക് ശാരീരികമായി ഈ ആഴ്ച ഏതെങ്കിലും തരത്തിൽ പീഡനങ്ങളായി മാറുന്നത്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് ദോഷങ്ങളൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7, 8 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ അര. ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ ഒരു ഉയർച്ച കാണുന്നുണ്ട് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ഒന്നുകിൽ ജീവിത പങ്കാളിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷനോ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വരവുണ്ടെങ്കിൽ അതിൽ വർധനവോ ഉണ്ടാകാം. അതല്ല എങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായമോ അടിയന്തരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി വീട് വയ്ക്കുന്നതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് യാത്ര പോകുന്നതിനോ അവിടെ തുടക്കത്തിൽ താമസിക്കുന്നതിനോ അത്തരം ചിലവുകൾക്കോ വേണ്ടിയിട്ട് ഒരു സഹായം എന്ന നിലയിൽ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേൾക്കുകയും ആനന്ദമുണ്ടാവുകയും ചെയ്യും. തൊട്ടടുത്ത ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. അതൊരു പക്ഷേ ഈ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. അല്ലാതെയും ചില അപ്രതീക്ഷിത സഹായങ്ങൾ ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ ഈ ഉദരം, ഊരു പ്രദേശം എന്ന് പറയും, ഉദരത്തിൻ്റെ കീഴ്ഭാഗങ്ങൾ, നട്ടെല്ലിൻ്റെ കീഴ്ഭാഗം, കുണ്ടലിനി, ഈ ഭാഗത്തൊക്കെ മൂലാധാരം അടങ്ങുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. പൈൽസോ ഫിസ്റ്റുലയോ പോലെ അസുഖമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനിടയുണ്ട്. ചില യാത്രകൾ, ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെറിയ ചില തടസ്സങ്ങളുണ്ടാകാം. ഈ ദിവസങ്ങളിൽ സാമ്പത്തികമാണ് ഇവർക്കൊരു അനുഗ്രഹമാണെങ്കിൽ പോലും മറ്റു ചില കാര്യങ്ങളിൽ തടസ്സം കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകുമെങ്കിലും യാത്രാ തടസ്സമൊക്കെ മാറി ആഴ്ചയുടെ അവസാന ദിവസമാകുമ്പോഴേക്കും കാര്യങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് ഈ നക്ഷത്രക്കാർക്ക് കാണുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്ത് ഗുണം, സാമ്പത്തികമായ നേട്ടം, യാത്ര ഗുണകരമായി വരുന്നു. യാത്രയിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറ്റി ഗുണകരമായി വരുന്നു. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഈ പറയുന്ന ജീവിത പങ്കാളിയുടെ കുടുംബമോ ജീവിത പങ്കാളിയിൽ നിന്നോ ധനസഹായം ഉണ്ടാകാം. അതല്ല എങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ധനസഹായം എങ്ങനെയും വരും. പക്ഷേ ബാക്കി പല കാര്യങ്ങളിലും ഒന്ന് തടസ്സമുണ്ടായേക്കാം, ശാരീരികമായ അവശത ഉൾപ്പെടെ. എന്നാൽ മറ്റു കാര്യങ്ങൾ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ പൊതുവെ ഗുണകരമായിട്ടാണ് കന്നിക്കൂറുകാർക്ക് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2-ാം തീയതി ഗുണകരമാണ്. ശേഷം 7 ഉച്ച കഴിഞ്ഞ് 8 ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം.
ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ഉണ്ടാകാവുന്ന ചില ശത്രുക്കൾ അല്ലെങ്കിൽ പ്രവർത്തന രംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഇവരെ വല്ലാതെ മാനസിക വിഷമത്തിലാക്കും. ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല ആരാണ് തങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നത്, തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിഘാതമായി നിൽക്കുന്നത് എന്നറിയുന്നില്ല. പക്ഷേ അത് കൂടെ ഉള്ളവർ തന്നെയാണെന്ന് ഒടുവിൽ മനസ്സിലാകുന്നു. ഈ കൂടെ ഉള്ളവർ തന്നെ മനഃപൂർവ്വം ചെയ്തതാകണമെന്നില്ല. അവരുടെ ഏതെങ്കിലും അബദ്ധമായ വർത്തമാനങ്ങളോ അബദ്ധ പ്രവർത്തനങ്ങളോ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ ചില കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ അതിൽ ഊന്നുന്നത് കൊണ്ടോ ഉണ്ടാകാവുന്ന ഒരു ദോഷം, അതായത് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നത് പോലെ ചില കുഴപ്പങ്ങൾ ഈ പറയുന്ന തുലാക്കൂറുകാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റമുണ്ടാകും. പ്രവർത്തനങ്ങൾ ആരൊക്കെ തടഞ്ഞാൽ തന്നെയും അവർക്ക് ഭാഗ്യം തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആഴ്ചയുടെ രണ്ടാം പകുതിക്ക് മുമ്പ് തന്നെ, അതായത് ആദ്യ പകുതിയുടെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികമായ നേട്ടം, യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങൾ എന്താണോ വിചാരിച്ചിരുന്നത് അത് ഏകദേശം അതുപോലെ നടക്കുന്ന ഒരു അവസരം കാണുന്നുണ്ട്. കുറച്ചെങ്കിലും സാമ്പത്തികമായൊരു മേന്മ ഇവർക്ക് കിട്ടുന്നു, വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പൊതുവേ ഇവർക്ക് ചില യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിതാവിനോ രക്ഷാധികാരികളുടെ സ്ഥാനത്തുള്ളവർക്കോ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നമോ ശാരീരികമായ അവശതയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകാവുന്ന ഈ പ്രവർത്തന രംഗങ്ങളിലെ തടസ്സങ്ങൾ, അതും കൂടെ നിൽക്കുന്നവരുടെ ചെയ്തികൾ മൂലമുണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒക്കെ പിന്നീട് മാറുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ഗുണമുണ്ടാവുകയും ചെയ്യും. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം വരുന്ന 2-3 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും 2 ദിവസങ്ങൾ, അതായത് ബുധൻ വ്യാഴം ദിവസങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നു. അപ്രതീക്ഷിതമായ ധനസഹായം ഇവർക്ക് എത്തിച്ചേരാം. എന്നാൽ ശാരീരികമായി ഈ ദിവസങ്ങളൊന്നും തന്നെ അത്ര ഗുണകരമായിട്ട് കാണുന്നുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. കാസപ്രകൃതിയുള്ളവർക്ക്, അതായത് കാസരോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് ശ്വാസതടസ്സമോ നട്ടെല്ല് സംബന്ധമായ അവശതയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാന വിഷയമെന്ന് പറയുന്നത് പിതാവിനുമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ചില അനുരഞ്ജനമായ തീരുമാനങ്ങളുണ്ടാവും. പിതാവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അകൽച്ചയോ വിപ്രതിപത്തിയോ അഭിപ്രായ ഭിന്നതയോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു ചെറിയ മാറ്റം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകുന്നു. ഒരുപക്ഷെ അത്തരം ചർച്ചകൾക്ക് ശേഷമോ അല്ലെങ്കിൽ പിതാവുമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളിൽ ചില മുഖ്യ ധാരണകൾ വരികയോ ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു മാറ്റം അവരുടെ കർമ്മരംഗത്തും പ്രവർത്തന രംഗത്തും പൊതുവെ കാണുന്നുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായി കൂടുതൽ ഗുണം കിട്ടാൻ തക്കവണ്ണമുള്ള ചില ആശയങ്ങൾ പുതുതായിട്ട് അവർ അപ്ലൈ ചെയ്യുന്നു അവരുടെ പ്രവർത്തന രംഗത്ത്. അതിൽ നിന്ന് മനസ്സന്തോഷവും ഗുണവും ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ശാരീരികമായ മനസ്സന്തോഷങ്ങൾ ഉണ്ടാകുന്നു. പൊതുവെ ശരീരത്തിന് കരുത്തും മനസ്സിന് ഉല്ലാസവും വർദ്ധിക്കുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. ഭാഗ്യം അനുകൂലമായി വരുന്നതായി അവർക്ക് മനസ്സിലാകുന്നു. ആഴ്ചയുടെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, അതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റമുണ്ടാവുകയും അത് കൂടുതൽ അനായാസകരവും ആദായകരവുമായി ഇവർക്ക് തോന്നുകയും ചെയ്യുന്നു. തുടക്ക ദിവസത്തിലെ ചില തീരുമാനങ്ങൾ, ആശയത്തിലുണ്ടായ ചില മാറ്റങ്ങൾ, ചില ധാരണകൾ, ചില ചർച്ചകളൊക്കെ ഇവർക്ക് വളരെ ഗുണകരമായിട്ട് വരുന്നു. പ്രത്യേകിച്ചും പിതാവുമായിട്ടോ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ടോ ഉണ്ടാകാവുന്ന അനുരഞ്ജന ചർച്ചകളൊക്കെ ആവാം ഇത്തരം നേട്ടങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്നത്. കടബാധ്യതയിൽ നിന്നും മോചനം, തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ പണമോ തിരിച്ചു കിട്ടാനുള്ള സാധ്യത, പൊതുവെ ഉദരരോഗത്തിന് ശമനം, കടബാധ്യത എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള പണം മാത്രമല്ല മറ്റെന്തെങ്കിലുമൊക്കെ വ്യക്തിബന്ധങ്ങൾ വഴി മറ്റെന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം, അറുതി, ക്ഷമാപണം ചോദിച്ച് വീണ്ടും മൈത്രീഭാവത്തിലേക്ക് വരാനുള്ള അവസ്ഥയൊക്കെ കാണുന്നു. അപ്പോൾ പൊതുവെ ഗുണകരമാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, പ്രത്യേകിച്ച് വെള്ളി ഉച്ചയ്ക്ക് ശേഷം ശനിയാഴ്ച ഒന്ന് ശ്രദ്ധിക്കണം. ശാരീരികമായ അവശതയാണ് പ്രധാനമായിട്ടും കാണുന്നത്. ശാരീരികമായ അവശതയ്ക്ക് പണം ചിലവഴിക്കേണ്ടി വരും എന്ന് കാണുന്നു. ശാരീരികമായ അവശത എന്ന് പറയുമ്പോൾ പ്രധാനമായും അത് കാലിൻ്റെ, പ്രത്യേകിച്ചും തുടയുടെ പിൻഭാഗത്ത് സയാറ്റിക് പോലുള്ള ഭാഗത്തുള്ള വേദന, വാദസംബന്ധമായ പ്രശ്നങ്ങൾ, കാൽമുട്ടിന്, കാൽപാദങ്ങൾക്ക്,
കണങ്കാലുകൾക്കൊക്കെ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, അത് യാത്രയെയൊക്കെ തടസ്സപ്പെടുത്താനുള്ളതും ഉള്ള അവസ്ഥയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4, 5, 6, 7 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചില എതിരഭിപ്രായങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. മാതാവിൻ്റെ ശാരീരികമായ അവശത കർമ്മരംഗത്ത് കൃത്യമായി എത്തിച്ചേരാനുള്ള ഒരു അവസ്ഥയ്ക്ക് തടസ്സം നേരിടുന്നതായിട്ട് കാണാം. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു. പ്രവർത്തന രംഗം കുറച്ചുകൂടി സജീവമാണ് ഇപ്പോൾ അവർക്ക്. എങ്കിലും ഈ ആഴ്ചയുടെ തുടക്ക ദിവസം മാത്രം ചെറിയ ഒരു തടസ്സം, ആഴ്ചയുടെ തുടക്കത്തിലെ 1-2 ദിവസങ്ങൾ, അതായത് ഞായർ തിങ്കൾ ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ കൃത്യമായ ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഞായറാഴ്ച അവർക്ക് അവധി ദിവസമാണ്. എന്നാലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമോ പ്രശ്നങ്ങളോ ഈ ഞായറാഴ്ച ഉൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആദ്യത്തെ 2 ദിവസങ്ങൾ സമ്മാനിച്ചിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും പിന്നീടുള്ള ദിവസങ്ങളിൽ മാറുന്നതായിട്ട് കാണുന്നു. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക പരാധീനതകൾ പിന്നീട് അങ്ങോട്ട് മാറുകയാണ്. കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വീടാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ, സാമ്പത്തികം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരിൽ നിന്ന് ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാവുന്ന ദിവസങ്ങളാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതലുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് പൊതുവെ അനുകൂലം തന്നെ എന്ന് പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം കുറച്ചുകൂടി സജീവമാകുന്നു. ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു അവസരം കാണുന്നു. വാഹനം മോടി പിടിപ്പിക്കുക, വീട് മോടി പിടിപ്പിക്കുക, പുതിയ വസ്ത്രം ലഭിക്കുക, താങ്കൾ ഇടപെടുന്ന ആളുകളോടെല്ലാം വളരെ സൗമ്യമായും സൗഹാർദ്ദപരമായും ഇടപെടുക, അതിൽ നിന്ന് മനസ്സന്തോഷവും കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സുമൊക്കെ ഉണ്ടാവുക, അത് സാമ്പത്തിക നേട്ടത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ശാരീരികമായ അവശത പ്രധാനമായിട്ടും ഇവർക്ക് ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഡയഫ്രം ഭാഗം, അതായത് ഹൃദയം, വയറ് ഇതിനിടയ്ക്ക് വേർതിരിക്കപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അവിടെ ശാരീരികമായ ഒരു ഭാഗമുണ്ട്. അവിടെയും അതുപോലെ ഉദരത്തിൻ്റെ മേൽഭാഗത്തുമൊക്കെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ശ്വാസതടസ്സം, അലർജി അസുഖങ്ങൾക്കും സാധ്യത. മാതാവിനും അത്ര നല്ലതല്ല ഈ നക്ഷത്രക്കാരുടെ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 5, 6, 7, 8 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് തുടക്ക ദിവസങ്ങൾ കുറച്ച് ആദ്യത്തെ 1-2 ദിവസങ്ങൾ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗം എത്തുമ്പോൾ, അതായത് ആദ്യ പകുതിയുടെ തൊട്ടടുത്ത ദിവസങ്ങൾ, അതായത് ചൊവ്വ ഉച്ചയ്ക്ക് ശേഷം ബുധൻ ഒന്ന് ശ്രദ്ധിക്കണം. ഉണ്ടായിരുന്ന മനോധൈര്യം ചോർന്നു പോകുന്ന തരത്തിൽ കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബത്തിൽ മാതാവുമായോ സഹോദരന്മാരുമായോ അത്ര സുഖകരമല്ലാത്ത ചില അവസ്ഥകൾ ഉണ്ടാകാം. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വാഹനം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന മനസ്സിൻ്റെ ഈ ശ്രദ്ധ മാറിപ്പോകുന്നൊരവസ്ഥ, അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. കലഹമോ പ്രശ്നങ്ങളോ മാനസിക വിക്ഷോഭമോ എവിടെ നിന്നും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാഹനം ഓടിക്കുമ്പോഴൊന്നും അപ്ലൈ ചെയ്യരുത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെ ചിന്ത കടന്നു പോകരുത് എന്ന് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. വാഹനം സൂക്ഷിച്ച് ഓടിക്കണം എന്ന് തന്നെയാണ് ഇവരോട് പറയുന്നത്. ഉദരസംബന്ധമായ വൈഷമ്യം, ഒരുപക്ഷെ കൂടുതൽ ടെൻഷനോ പ്രശ്നമോ ഉണ്ടായാൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ചില രാസവസ്തുക്കളുടെ ഉൽപ്പാദനം വഴി ശാരീരികമായി ഉദരഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അതിനൊരു സാധ്യത ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവസാന ദിവസങ്ങൾ അങ്ങനെ കാണുന്നു. എന്നാൽ പൊതുവെ ഇവർക്ക് ഈശ്വരാധീനത്തിൻ്റെ ഒരു ഭാഗ്യം ഉള്ളതിനാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഗൗരവതരമായ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകില്ല എന്ന് തന്നെ ചിന്തിക്കണം. സഹോദരന്മാരുമായോ അല്ലെങ്കിൽ മാതാവുമായോ ബന്ധപ്പെട്ട് ചെറിയ ചില സൗന്ദര്യപ്പിണക്കമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാലും ഇവരുടെ മനോധൈര്യം കെട്ടുപോകുന്ന തരത്തിലുള്ളൊരവസ്ഥയൊന്നും ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഈശ്വരാധീനം അവരെ പല കാര്യങ്ങളിലും രക്ഷിക്കുക തന്നെ ചെയ്യും. സ്വന്തമായി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ചില പ്രത്യേക മാനങ്ങൾ നൽകി അതിന് പുതിയ രീതികൾ കൊണ്ടുവരാനുള്ളൊരു ശ്രമം കാണുന്നുണ്ട്. അത് സാമ്പത്തികമായ നല്ല നേട്ടത്തെയാണ് കാണിക്കുന്നത്. ഇവർ ശാരീരികമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ഇവരുടെ ഈ പറയുന്ന ഹൃദയവുമായി ബന്ധപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ ലങ്സുമായി ബന്ധപ്പെട്ട ശ്വാസകോശവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കണം.
അലർജി അസുഖങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പൊടിപടലമുള്ള അന്തരീക്ഷത്തിൽ കൂടുതൽ നേരം നിൽക്കുക, പ്രത്യേകമായ മുൻകരുതലുകൾ ഇല്ലാതെ നിൽക്കുകയൊക്കെ സൂക്ഷിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 2, പിന്നെ 7 ഉച്ചയ്ക്ക് ശേഷം 8 ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഈ ജന്മശനിയുടെ ദോഷം തന്നെയാണ്. സൂര്യനും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ 2-ലെ ബുധനും ശുക്രനും സ്വന്തം കർമ്മരംഗത്ത് ഇവർക്ക് കൂടുതൽ ആക്റ്റീവായി നിൽക്കാൻ, നല്ല ഭാഷയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതുവഴി ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യത കാണുന്നു. സ്വന്തം കർമ്മരംഗം കൂടുതൽ ശോഭിക്കാൻ ഇവർക്ക്, സ്വന്തം കർമ്മരംഗത്ത് കൂടുതൽ ശോഭനീയമായി നിലനിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ ഇവരിലേക്ക് വരുന്നു. മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രശംസയും അനുമോദനങ്ങളും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു. സാമ്പത്തികമായി നല്ല വർധനവുണ്ടാകുന്നു. കുടുംബത്തിൽ ഒരു ഉണർവുണ്ടാകുന്നു. ദാമ്പത്യത്തിൽ കൂടുതൽ ഊഷ്മളത കൈവരുന്നു. അങ്ങനെ പൊതുവെ ഗുണകരമാണ് കാര്യങ്ങൾ. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ തങ്ങുന്ന ഇടം, ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആധാരമായ സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം തന്നെ ഇവർക്ക് ഈശ്വരാധീനത്തെ കാണിക്കുന്നു. മാതാവിന് ശാരീരികമായ അവശത വരാം. മാത്രമല്ല ഉദരസംബന്ധമായ രോഗമോ ഉണ്ടാകാം മാതാവിന്. മാതാവുമായി എന്തെങ്കിലും ശത്രുതയും ഇവർക്കുണ്ടാകാനുള്ള, ഈ നക്ഷത്രക്കാർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവർക്ക് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലോവർ അബ്ഡമിൻ ഭാഗങ്ങളാണ്. പൊക്കിൾ ചുഴി, അതിൻ്റെ അന്തർഭാഗങ്ങൾ, എക്സിമ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ജെനിറ്റൽ ഓർഗൻസിൽ ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു. ഇത്തരം ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4 നല്ല ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. പൊതുവെ വ്യക്തിത്വം നന്നായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ കൃത്യമായി തങ്ങളുടെ സുതാര്യതയും അതുപോലെ തന്നെ ആകർഷകത്വവും വെളിവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി പരുങ്ങൽ അവസ്ഥ മാറിയിട്ടില്ല. എന്നാൽ സ്വന്തം കഴിവ് നന്നായി പ്രയോഗിച്ചുകൊണ്ട് ഇവർക്ക് സാമ്പത്തികം കുറച്ചുകൂടി ഉയർത്താൻ സാധിക്കും. പക്ഷേ അത് വേണ്ടത്ര ഒരു ധാരാളം എന്ന മട്ടിൽ വരില്ല. സ്വന്തം കാര്യങ്ങൾ നടന്നു പോകാനുള്ള അവസ്ഥയിൽ അത് വരുന്നുണ്ട് എന്ന് കാണാം. സ്വന്തം കർമ്മരംഗം കുറച്ചുകൂടി ശോഭിക്കും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. ചില യാത്രകൾ തടസ്സപ്പെടാം. മാതൃ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമോ കുഴപ്പമോ ഉണ്ടാകാം. ചിലപ്പം പ്രധാനപ്പെട്ട തറവാട് കുടുംബം ഭാഗം വയ്ക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ, വീട്ടിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ മുറിവുണ്ടാകാനോ അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് തെറ്റാനോ ഒക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് മാതാവിൻ്റെ കുടുംബത്തിലും കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷമൊന്നും കാണുന്നില്ല. പൊതുവേ സാമ്പത്തികമായിട്ട് അവർക്ക് പരുങ്ങലവസ്ഥയുണ്ടെങ്കിലും കാര്യങ്ങൾ നടന്നു പോകാനുള്ളൊരവസരം കാണുന്നുണ്ട്. അതുപോലെ പുതിയ പ്രോജക്റ്റുകൾ സ്വീകരിക്കൽ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നതായി കാണുന്നു. തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നേറുമെന്ന് തന്നെ കാണുന്നു. ഇവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രശ്നം കൃത്യമായി ഒരു സമ്പത്തിൻ്റെ ഫ്ലോ വരിക എന്നുള്ളിടത്താണ്. വലിയ താമസമില്ലാതെ അത് വന്നു തുടങ്ങുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട ശാരീരികമായ അവശതയിൽ ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ, ഇവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഉണ്ടാകാവുന്ന ചില ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ, അതുപോലെ തന്നെ അലർജി അസുഖങ്ങൾ, ഇതും ഇവരെ ബാധിക്കാനുള്ള കാര്യമുണ്ട്. കണ്ണിൻ്റെ പീലി, അവിടെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുക, കൺപുരുകങ്ങളിൽ ഈ താരൻ പോലെയോ തലമുടിയിൽ താരൻ പോലെയോ ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥ, അത്തരം ഇൻഫെക്ഷൻസൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കരുതലെടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതാണ്. ഓം ശനൈശ്ചരായ നമ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരത്തിനായിട്ട് കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും പാവപ്പെട്ടവനെ പോലും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവരുടെ കാര്യങ്ങളിൽ ദത്തശ്രദ്ധനായിരിക്കാനുമുള്ള ഒരു മനസ്സുണ്ടാവുക. അഹങ്കരിക്കാതിരിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി പാലിക്കുക. കറുത്ത പട്ടുവസ്ത്രം സമർപ്പിക്കുക. ശനിദേവനോ ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ സമർപ്പിക്കുക. അതുപോലെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞ പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ, ഇതൊക്കെ വളരെ നല്ലതാണ്.
ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരങ്ങൾക്ക് ആയില്യത്തിനോ അല്ലെങ്കിൽ പക്കനാളിനോ 100 പാലും സമർപ്പിക്കുക. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ കേതുദോഷ പരിഹാരത്തിന് ജപിക്കുക. കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്. നാളികേരം ഉടയ്ക്കുക. അതുപോലെ ഉണ്ണിയപ്പ നിവേദ്യം. ഇതെല്ലാം തന്നെ വളരെ നല്ലതാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.